അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഖണ്ഡന പ്രഭാഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ KNM മർക്കസുദ് ദഅവ മുജാഹിദുകളും വിസ്ഡം മുജാഹിദുകളും തമ്മിലുള്ള ഖണ്ഡന പ്രഭാഷണങ്ങൾ 5 റൗണ്ട് പിന്നിട്ട് കഴിഞ്ഞു. പ്രധാനമായും അവർ ചർച്ച ചെയ്യുന്നത് സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കൻ വിശ്വാസമാണോ, ഹദീസ് നിഷേധികൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ വിഷയകമായി ഖുർആനിൽ എന്താണുള്ളത്, ഹദീസ് എന്താണ് പറയുന്നത്, ഖുർആനും ഹദീസും പഠിച്ച് മനസ്സിലാക്കിയ മഹാന്മാരായ പണ്ഡിതർ എന്താണ് പറയുന്നത് എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം കേരളത്തിലെ സ്ഥാപക കാല മുജാഹിദ് നേതാക്കൾ ഈ വിഷയകമായി എന്താണ് എഴുതുകയും പറയുകയും ചെയ്തത് എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അവർ നടത്തുന്നത് എന്നതാണ്. പൂർവ്വകാല മുജാഹിദ് നേതാക്കളുടെ നിലപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് എന്നതുകൊണ്ട് തന്നെ സിഹിറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കഴിഞ്ഞ കാല മുജാഹിദ് നേതാക്കൾ എഴുതുകയും പറയുകയും ചെയ്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചുള്ള ചെറിയൊരു അന്വേഷണമാണ് ഞാനിവിടെ നടത്തുന്നത്. പ്രധാനമായും 3 ഭാഗമായിട്ടാണ് ഈ ചർച്ച കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, KM മൗലവി സിഹിറുമായി ബന്ധപ്പെട്ട് എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്. 2, അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ സിഹിറുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചത് ആർക്കാണ് അനുകൂലമാകുന്നത്. 3-ാമത്തേത്, മറ്റു മുജാഹിദ് നേതാക്കൾ അവരുടെ പുസ്തകങ്ങളിൽ എഴുതുകയും അവരുടെ പ്രഭാഷണങ്ങളിൽ പറയുകയും ചെയ്തത് എന്താണ്. ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, മുജാഹിദ് മൗലവിമാരുടെ പുസ്തകത്തിൽ എന്താണുള്ളത്, അവരുടെ പ്രഭാഷണങ്ങളിൽ എന്താണുള്ളത് എന്ന് ചർച്ച ചെയ്യുമ്പോൾ സുന്നികൾ മുജാഹിദുകളെ കുറിച്ച് സാധാരണ പറയുന്ന ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. മുജാഹിദുകൾ ഒരു വിഷയത്തിൽ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിന്റെ തുടക്കത്തിലുള്ളതാവില്ല നടുവിലെത്തുമ്പോഴുണ്ടാവുക, നടുവിലുള്ളതാവില്ല ഒടുവിലെത്തുമ്പോഴുണ്ടാവുക. വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരങ്ങൾ നമുക്ക് അതിൽ ദർശിക്കാൻ കഴിയും. അതിന്റെ കാരണവും നമുക്കറിയാം. ഖുർആനിനെയും ഹദീസിനെയും മഹാന്മാരായ പണ്ഡിതർ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് എന്ന് പരിശോധിക്കാതെ സ്വന്തം യുക്തിക്കനുസരിച്ച് കൊണ്ട് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുമ്പോഴുള്ള അപജയങ്ങളാണ്, വൈകല്യങ്ങളാണ് അവയിൽ നമുക്ക് കാണാൻ കഴിയുക. ഏതായിരുന്നാലും സിഹിറുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പഴയകാല മുജാഹിദ് നേതാക്കൾ എഴുതുകയും പറയുകയും ചെയ്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിലെ മുജാഹിദുകൾ സിഹിറുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നതെന്ന് നാം ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ കയ്യിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ജിന്ന്, പിശാച്, സിഹിർ, വിശ്വാസവും അന്ധവിശ്വാസവും എന്ന പേരിൽ അബ്ദുസലാം സുല്ലമി എഴുതിയ യുവത ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന പുസ്തകമാണ്. ഇതിന്റെ 123-ാമത്തെ പേജിൽ നമുക്ക് സിഹിർ യാഥാർത്ഥ്യമോ എന്ന പേരിൽ ഒരു അധ്യായം കാണാം. അതിൽ അബ്ദുസലാം സുല്ലമി എഴുതുന്നു, നാം മുകളിൽ വിവരിച്ചതിൽ നിന്ന് സിഹിർ യാഥാർത്ഥ്യമല്ലെന്ന് വ്യക്തമായി. എങ്കിലും മുഅ്തസിലികൾ മാത്രമാണ് സിഹിറിന് യാഥാർത്ഥ്യമില്ലെന്ന് പറഞ്ഞവർ എന്ന് പറഞ്ഞ് നവ യാഥാസ്ഥികന്മാർ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. നാം മുകളിൽ ഉദ്ധരിച്ചത് മുഅ്തസിലികൾ പറഞ്ഞതല്ല, പ്രത്യുത അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പ്രസ്താവിച്ചതും സിഹിറിന്റെ ആളുകൾ തന്നെ സമ്മതിച്ചതും ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉദ്ധരിച്ചതുമാണ്. ഈ പുസ്തകത്തിൽ പ്രധാനമായും 2 കാര്യമാണ് അബ്ദുസലാം സുല്ലമി എഴുതുന്നത്. ഒന്ന്, സിഹിറിനു യാഥാർത്ഥ്യമില്ല. 2-ാമത്തേത്, സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്നത് ഖുർആനിലുള്ളതാണ്, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ് പഠിപ്പിച്ചതുമാണ് എന്ന്. ഇത് ജിന്ന്, പിശാച്, റുഖ്യ ശർഇയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പുസ്തകമാണ്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, അഥവാ മുജാഹിദുകളുടെ പണ്ഡിത സംഘടനയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ആമുഖത്തിൽ മുഹമ്മദ് മദനി, അവരുടെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി, എഴുതുന്ന ഒരു ഭാഗം നമുക്കിങ്ങനെ വായിക്കാം. സിഹിറിനെ സംബന്ധിച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതുമാണ്. സിഹിർ വൻ പാപങ്ങളിൽ 2-ാമത്തേതാണെന്നും അതിന് ഹഖീഖത്തുണ്ടെന്നുമാണ് അഹ്ലു സുന്നത്തിന്റെ നിലപാട്. ഇത് പ്രമാണബദ്ധവുമാണ്. ഇതിൽ മുജാഹിദുകളുടെ വാദമായിക്കൊണ്ട് മുഹമ്മദ് മദനി എഴുതിയിരിക്കുന്നത് സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതാണ്. ഈ ഒരു ഭാഗം സർക്കുലർ ആയിക്കൊണ്ട് KNM അവരുടെ ശാഖകളിലേക്ക് അയച്ചു കൊടുത്ത വിഷയവുമാണ്. ഇത് പ്രകാശം പരത്തിയ പ്രവാചകന്മാർ ഹുസൈൻ സലഫി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 102-ാമത്തെ പേജിൽ എഴുതി വെക്കുന്നത് നമുക്കിങ്ങനെ വായിക്കാം. സിഹിർ മുഖേന ആരെങ്കിലും മറ്റൊരാളെ ലക്ഷ്യം വെച്ച് ചെയ്താൽ അതിലൂടെ ഫലം ഉണ്ടാകുമോ എന്ന് പലപ്പോഴും സംശയിക്കാറുണ്ട്.
ചില സിഹറിലൂടെ മാനസികമായോ ശാരീരികമായോ വല്ല മാറ്റവും വരുത്താൻ സാധിക്കുന്നതിനാൽ തന്നെയാണ് അതിനെ ഇസ്ലാം നിഷിദ്ധമാക്കിയത്. സിഹറിന് യാഥാർത്ഥ്യം ഉണ്ട് എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഹുസൈൻ സലഫി ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. രണ്ടാമത്തേത്, സിഹറിലൂടെ ശാരീരികമായോ മാനസികമായോ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇവിഷയകമായി രണ്ട് ക്ലിപ്പുകൾ കൂടി നമുക്ക് കേൾക്കാം. ഒന്നാമത്തേത് വിസ്ഡം മുജാഹിദുകളുടെ സൈദ്ധാന്തികൻ എന്നറിയപ്പെടുന്ന ഫൈസൽ മൗലവിയുടെ പ്രഭാഷണമാണ്. അദ്ദേഹത്തോട് ഒരു മുഖാമുഖത്തിൽ സിഹറുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് ആ ശൈത്വാൻ ചെയ്യാൻ കഴിയുന്ന മേഖല എന്തൊക്കെയുണ്ടോ അത് അവൻ ഒരു പക്ഷേ അതിൽ ചെയ്തേക്കാം. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചെടുത്ത് രോഗവും അതേപോലെ ശാരീരികമായ ഉപദ്രവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ എണ്ണിപ്പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ഫൈസൽ മൗലവി ശാരീരികമായ രോഗവും ഉപദ്രവങ്ങളുമെല്ലാം സിഹറിലൂടെ ഉണ്ടാകും എന്നാണ് സമർത്ഥിക്കുന്നത്. അടുത്തത് ഹുസൈൻ സലഫിയുടെ ഒരു പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഒരാളുടെയും അയാളുടെ ഇണയുടെയും ഇടയിൽ ചില വേർപിരിവൊക്കെ ഉണ്ടാക്കാൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ, ഒന്നിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിൽ പിണക്കമുണ്ടാക്കുക, അതുപോലെ തന്നെ കുടുംബ തകർച്ചയുണ്ടാക്കുക, സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുക, ശാരീരികമായിട്ട് രോഗമുണ്ടാക്കുക, അങ്ങനെ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇവിടെ ഹുസൈൻ സലഫിയും കൃത്യമായി പറയുന്നത് ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാക്കുക എന്നത് സിഹറിലൂടെ നടക്കുന്ന കാര്യമാണ് എന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 വിഭാഗത്തിൽ മർക്കസുദ്ദവ മുജാഹിദുകൾ പറയുന്നത് സിഹറിന് യാതൊരു തരത്തിലുള്ള യാഥാർത്ഥ്യവുമില്ല എന്നതാണ്. അതേസമയം CD ടവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KNM-ഉം വിസ്ഡം മുജാഹിദുകളും പറയുന്നത് സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാനും രോഗങ്ങൾ ഉണ്ടാക്കാനും സിഹറിലൂടെ കഴിയും എന്നൊക്കെയാണ്. സിഹറുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പഴയകാല മുജാഹിദ് നേതാക്കൾ എഴുതുകയും പറയുകയും ചെയ്തതിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഒന്നാമത്തെ ഭാഗത്തേക്ക് നാം പരിഗണിച്ചിരിക്കുന്നത് KM മൗലവിയെയാണ്. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം മുജാഹിദുകളും അവകാശപ്പെടുന്നത് ഞങ്ങൾ KM മൗലവിയുടെ പാരമ്പര്യത്തിലാണ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചയിലാണ് എന്നുള്ളതാണ്. അവരുടെ സ്ഥാപകകാല പ്രഥമ നേതാവായിക്കൊണ്ടാണ് KM മൗലവിയെ അവർ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ KM മൗലവി സിഹറുമായി ബന്ധപ്പെട്ട് എഴുതിയത് ആർക്കാണ് അനുകൂലമാകുന്നത് എന്ന ചർച്ച ഇവിടെ പ്രസക്തമാണ്. KM മൗലവി സിഹറുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി എഴുതിയിരിക്കുന്നത് 1935 ദ മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി ഒരു ഖുർആൻ പരിഭാഷ പുറത്തിറക്കുകയുണ്ടായി. അതിന്റെ ഒന്നാമത്തെ ഭാഗം സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് KM മൗലവി എഴുതി വെച്ചത് നമുക്കിങ്ങനെ വായിക്കാം. ഈ പരിഭാഷയിൽ KM മൗലവി മാത്രമല്ല ഉള്ളത്, PK മൂസ മൗലവിയും MCC അബ്ദുറഹ്മാൻ മൗലവിയും ഉണ്ട്. ഈ പരിഭാഷയിൽ സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്ത് സുലൈമാൻ എന്ന ആയത്ത്, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവരുടെ പരിഭാഷയിൽ എഴുതി വെച്ചത് നമുക്കിങ്ങനെ വായിക്കാം. എന്നാൽ ആഭിചാരവൃത്തിയെ തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവർക്ക് അതുവഴി അവർ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ഇച്ഛാനുസരണം ഉപദ്രവങ്ങൾ ഉണ്ടാക്കി തീർക്കുവാൻ കഴിയില്ല. ദൃശ്യമായി തന്നെ ഇരിക്കുന്ന മറ്റു പ്രവർത്തികൾക്കുള്ള ഫലം പോലെ അദൃശ്യമെന്നോണം ഇരിക്കുന്ന ആഭിചാര കർമ്മങ്ങൾക്കുമുള്ള ഫലങ്ങൾ ഉണ്ടാകേണ്ടത് അള്ളാഹുവിങ്കിൽ നിന്നുമാണ്. അഥവാ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട സൂക്ഷ്മങ്ങളായ നിയമങ്ങൾ അനുസരിച്ചാകുന്നു. അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കൂട്ടരുടെ ആഭിചാരങ്ങളിലും ദുർമന്ത്രങ്ങളിലും ഗൂഢതന്ത്രങ്ങളിലും ഒട്ടും ഭയപ്പെടേണ്ടതില്ല. അവസാനം വായിച്ച ഭാഗം ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കൂട്ടരുടെ ആഭിചാരങ്ങളിലും ദുർമന്ത്രങ്ങളിലും ഗൂഢതന്ത്രങ്ങളിലും ഒട്ടും ഭയപ്പെടേണ്ടതില്ല. അഥവാ ഏക ദൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സിഹർ ചെയ്താലും അതിനെ പേടിക്കേണ്ടതില്ല എന്ന് കട്ടായമായിട്ടാണ് KM മൗലവിയും മറ്റും ഈ പരിഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. KM മൗലവി ഈ എഴുതി വെച്ചതനുസരിച്ച് കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമിന്, ഒരു യഥാർത്ഥ മുവഹിദിന് സിഹർ ബാധിക്കുമെന്നാണോ അല്ല ബാധിക്കില്ല എന്നാണോ എഴുതി വെച്ചിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നാണോ KM മൗലവിയുടെ ഈ എഴുത്തിൽ നിന്ന് സ്പഷ്ടമാകുന്നത്, അല്ല ബാധിച്ചിട്ടില്ല എന്നാണോ? 1935
KM മൗലവി എഴുതി വെച്ചത് ഇങ്ങനെയാണ്. അടുത്തതായി സിഹറുമായി ബന്ധപ്പെട്ട് KM മൗലവിയുടെ പരാമർശം വരുന്നത് അദ്ദേഹത്തിന്റെ KM മൗലവി ഫത്വകൾ എന്ന പേരിൽ യുവത ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന ഈ പുസ്തകത്തിലാണ്. ഇതിലെ ഒന്നാമത്തെ ഫത്വ തന്നെ ഉറുക്കും മന്ത്രവും ഹോമവും എന്ന പേരിലാണ് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒറിജിനൽ അൽ മുർഷിദ് 3-ാം വാള്യം 1-ാം ലക്കത്തിലാണ്. ഇതാണ് അൽ മുർഷിദ് 3-ാം പുസ്തകം. ഇതിന്റെ 1-ാം ലക്കത്തിലാണ് പ്രസ്തുത ചോദ്യവും ഉത്തരവും KM മൗലവി നൽകിയിരിക്കുന്നത്. ആ ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നുഷ്റത്ത് എന്ന് വെച്ചാൽ മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ സുഖപ്പെടുത്തുവാനായുള്ളതും മന്ത്രം ഉൾപ്പെട്ടതുമായ ഒരു വക ചികിത്സയാകുന്നു. അഥവാ ഇവിടെ KM മൗലവി എഴുതി വെച്ചിരിക്കുന്നത് മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ എന്നാണ്. അഥവാ മാരണം ഏൽക്കാൻ ഇടയുണ്ട് എന്നതാണ് KM മൗലവിയുടെ നിലപാട് എന്ന് ഇതിലൂടെ വിസ്ഡം വിഭാഗം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും എഴുതുന്നു, എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അല്ലാഹു തആലയുടെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ അഥവാ മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. ഇവിടെയും KM മൗലവി എഴുതി വെച്ചിരിക്കുന്നത് മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ എന്നാണ്. അഥവാ അങ്ങനെ ഏൽക്കാൻ ഇടയുണ്ട് എന്നതിനെ KM മൗലവി അംഗീകരിക്കുന്നു എന്നാണ് വിസ്ഡം നേതാക്കൾ പറയാറുള്ളത്. വീണ്ടും എഴുതുന്നു, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അന്യോന്യം വിരോധികളാക്കി തീർക്കുക എന്നത് സിഹറിന്റെ ആഭിചാരത്തിന്റെ ഫലത്തിൽപ്പെട്ടതാകുന്നു. ഇവിടെ സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്തിലേക്കുള്ള സൂചനയാണ് KM മൗലവി നടത്തിയിരിക്കുന്നത്. അഥവാ ആ ആയത്തിൽ പറഞ്ഞതനുസരിച്ചുള്ള ഫലം സിഹറിനുണ്ടാവാം എന്ന് KM മൗലവി എഴുതുന്നു. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. 1935-ലെ ഖുർആൻ പരിഭാഷയിൽ KM മൗലവി അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കൂട്ടരുടെ ആഭിചാരങ്ങളിലും ദുർമന്ത്രങ്ങളിലും ഗൂഢതന്ത്രങ്ങളിലും ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് എഴുതി വെച്ചെങ്കിൽ ഈ ഫത്വയിൽ മന്ത്രിക്കണം എന്ന് പറഞ്ഞത് ആരോടാണ്? ഇവിടെ മർക്കസുദ്ദഅവ മുജാഹിദുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. KM മൗലവി ഈ ചോദ്യോത്തരത്തിൽ വിചാരിക്കപ്പെടുന്ന എന്ന പ്രയോഗം നടത്തിയത് യഥാർത്ഥത്തിൽ സിഹിറിന് ഫലമില്ലാത്തത് കൊണ്ടാണ്. ഇനി ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന മറ്റു മുസ്ലിം വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഇങ്ങനെ മന്ത്രിക്കണമെന്ന് KM മൗലവി പറഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. 1935-ലെ KM മൗലവിയുടെ പരിഭാഷ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഫത്വയെ നാം വായിക്കുമ്പോൾ ഈ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുക. വിസ്ഡം മുജാഹിദുകൾ KM മൗലവി അവരുടെ വാദക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ അൽ മുർഷിദിലെ ഈ ചോദ്യോത്തരവുമായി വരുമ്പോൾ അവരോട് ചോദിക്കാനുള്ളത്, 2 വർഷങ്ങൾക്ക് മുമ്പ് അഥവാ 1935-ൽ PK മൂസ മൗലവിയും MCC അബ്ദുറഹ്മാൻ മൗലവിയും ചേർന്ന് KM മൗലവി പുറത്തിറക്കിയിരിക്കുന്ന ഖുർആൻ പരിഭാഷയിൽ എഴുതിയ സത്യവിശ്വാസികൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ ആ വാദത്തെ തിരുത്തി എഴുതിയതാണോ KM മൗലവി എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യോത്തരം വിസ്ഡം മുജാഹിദുകൾക്ക് മറ്റു മുജാഹിദുകൾക്കെതിരിൽ ഉന്നയിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. കാരണം മറ്റൊന്നുമല്ല, ഇതിൽ KM മൗലവി എഴുതുന്നത് ഉറുക്ക് അനുവദനീയമാകും എന്നതാണ്. 3 നിബന്ധനകൾ അദ്ദേഹം പറയുന്നു. ആ 3 നിബന്ധനകളോടെയാണെങ്കിൽ ഉറുക്ക് ജായിസ് ആകും എന്നതാണ് KM മൗലവിയുടെ നിലപാട്. സിഹറുമായി ബന്ധപ്പെട്ട് മാത്രം KM മൗലവി എഴുതിയത് എടുക്കുകയും ഉറുക്കുമായി ബന്ധപ്പെട്ടത് ഒഴിവാക്കുകയും ചെയ്യുക എന്നത് ഇരട്ടത്താപ്പ് മാത്രമാണ്. ഒരിക്കലും തന്നെ ആ ഒരു തലത്തിൽ നിങ്ങൾക്ക് ഈ ചോദ്യോത്തരത്തെ കൊണ്ടുപോവാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. മറ്റൊന്ന്, 1935-ൽ ഈ ചോദ്യോത്തരം എഴുതുന്നതിന്റെ 2 വർഷം മുമ്പ് KM മൗലവി PK മൂസ മൗലവിയോടും MCC അബ്ദുറഹ്മാൻ മൗലവിയോടും ഒപ്പം എഴുതിയ ഖുർആൻ പരിഭാഷയിലെ സത്യവിശ്വാസികൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ ആ വാദത്തെ തിരുത്തി എഴുതുകയാണോ ഇത് എന്ന ചോദ്യവുമുണ്ട്. അതിനും ഉത്തരം പറയേണ്ടത്
ഈ ചോദ്യോത്തരം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന വിസ്ഡം മുജാഹിദുകൾ തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധേയമായി നാം മനസ്സിലാക്കേണ്ടത്, ഇതിലെവിടെയും തന്നെ KM മൗലവി സിഹർ ബാധിക്കുമെന്നോ സിഹർ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുമെന്നോ കട്ടായമായി പറയുന്നില്ല എന്നതാണ്. മറിച്ച് അദ്ദേഹം വിചാരിക്കപ്പെടുക എന്ന ഒരു പ്രയോഗം മാത്രം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സിഹർ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് എഴുതാൻ കഴിയാത്തത് കൊണ്ടല്ലല്ലോ അദ്ദേഹം അങ്ങനെയൊരു പ്രയോഗം നടത്തിയത് എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. മൂന്നാമതായി KM മൗലവി സിഹറുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അന്നഫ്ഉൽ അമീം എന്ന പേരിൽ 30-ാം ജുസ്ഇന്റെ അവസാന പകുതിക്ക് അദ്ദേഹം എഴുതിയ ഖുർആൻ പരിഭാഷയിലാണ്. 1960-ലാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സൂറത്തുൽ ഫലഖിനും സൂറത്തുൻ നാസിനും അദ്ദേഹം ഇതിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസ്ഡം മുജാഹിദുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താറുള്ളത് സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനമാണല്ലോ. എന്നാൽ KM മൗലവി ഈ പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്, അത് ആർക്കാണ് അനുകൂലമാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സൂറത്തുൽ ഫലഖിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് KM മൗലവി എഴുതുന്നു: രാത്രിയുടെ ഇരുട്ടിനെ ദൂരീകരിച്ച് വെളിച്ചം തരുന്ന പ്രഭാതത്തിന്റെ നാഥനായ അള്ളാഹുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് ഓരോ മുഅ്മിനും പറയണം. ഇങ്ങനെ അന്ധകാരങ്ങളായിരിക്കുന്ന തിന്മകളിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്നതിനായി പ്രകാശം നൽകുന്ന രക്ഷിതാവിനെ ശരണം പ്രാപിക്കേണ്ടത് ഏതെല്ലാം തിന്മകളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് നോക്കുക. അവൻ സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു വസ്തുവിന്റെയും എല്ലാ വക തിന്മകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് അവനെ തന്നെ ശരണം പ്രാപിക്കണമെന്ന് പഠിപ്പിച്ചതിന്റെ ശേഷം തിന്മകൾക്ക് ഇടയാക്കുന്ന ചില പ്രധാന വസ്തുക്കളെ എടുത്തു കാണിക്കുന്നു. ഒന്ന്, ഇരുട്ടുമൂടുമ്പോൾ രാത്രി. അപ്പോൾ വിഷജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ, ഒളിച്ചു നടക്കുന്ന കള്ളന്മാർ, ഇങ്ങനെ പകലിൽ മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതും രാത്രിയുടെ ഇരുട്ടിൽ അപ്രത്യക്ഷമായി ഭവിക്കുന്നതുമായ ഉപദ്ര കാരണങ്ങൾ തന്റെ സ്വന്തം ആത്മാവിനാവട്ടെ കുടുംബത്തിനാവട്ടെ ധനത്തിനാകട്ടെ ഏൽക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ ഏറ്റുപോയാൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് ഓരോ മുഅ്മിനും അല്ലാഹു തആലയെ ശരണം പ്രാപിക്കണം. 2, കെട്ടുകളിൽ ഊതുന്നവർ. അതുകൊണ്ട് 2 തരം മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സിഹർ മാരണം ചെയ്യുന്ന കൂട്ടർ. ജാലവിദ്യ, ഗൂഢതന്ത്രങ്ങൾ, മെസ്മരിസം പോലെയുള്ള ആത്മിക ശക്തി മറ്റുള്ളവരിൽ പ്രതിഫലിപ്പിക്കുക, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പല നാശങ്ങളും വരുത്തുന്നവരെയാണ് സിഹർ ചെയ്യുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി അടിവരയിട്ട് വായിക്കേണ്ട ഭാഗമാണിത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, സിഹർ മാരണം ചെയ്യുന്ന കൂട്ടർ. എന്താണ് സിഹർ എന്നത് KM മൗലവി ഇവിടെ വിശദീകരിക്കുന്നു. ജാലവിദ്യ, ഗൂഢതന്ത്രങ്ങൾ, മെസ്മരിസം പോലെയുള്ള ആത്മിക ശക്തി. ജാലവിദ്യ എന്നത് മാജിക് ആണ് എന്ന് നമുക്കറിയാം. ഗൂഢതന്ത്രങ്ങൾ എന്നതും മെസ്മരിസം എന്നതും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാരണങ്ങളാണ് എന്നും നമുക്കറിയാം. ഇതിനെയാണ് KM മൗലവി ഇവിടെ സിഹർ എന്നത് കൊണ്ട് വിശദീകരിച്ചിരിക്കുന്നത്. ഈ സിഹറിനെ കുറിച്ചാണ് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ് എന്ന ആയത്തിലൂടെ അല്ലാഹു തആല സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് KM മൗലവി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, തുടർന്ന് വീണ്ടും KM മൗലവി എഴുതുന്നു: അവരുടെ പൗരാണികമായ ചില പ്രവർത്തികളിൽ പെട്ടതാണ് കയറുകളിൽ കെട്ടിട്ട് ചില മന്ത്രങ്ങൾ ജപിച്ച് അതിൽ ഊതുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മാജിക്കുകാർ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്നതിന് വേണ്ടി ഇത്തരം തന്ത്രങ്ങൾ പ്രയോഗിക്കാറുള്ളത് നാം ഒക്കെ കണ്ടവരാണ്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിനായും അവർ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അഥവാ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിനും അവർ ഇത്തരം മാജിക്കുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് KM മൗലവി എഴുതി വെച്ചിരിക്കുന്നത്. അവരുടെ ഈ പ്രയോഗങ്ങൾക്ക് സ്വതവേ ആരെയും ദ്രോഹിക്കുവാനുള്ള ശക്തി ഇല്ല. പക്ഷേ ഇനി പറയുന്ന ഭാഗം നന്നായി നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ഹൃദയ ബലമില്ലാത്ത ആളുകളിൽ ഭയപ്പെടുത്തുക, പല ഊഹങ്ങൾ ജനിപ്പിക്കുന്നതിനായി ഗൂഢമായ പല തന്ത്രങ്ങളും അവർ പ്രയോഗിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരുടെ തിന്മയിൽ നിന്ന് മോചനം ലഭിക്കുവാനും മുഅ്മിൻ അല്ലാഹുവിനെ തന്നെ ശരണം പ്രാപിക്കണം. വളരെ കൃത്യവും വ്യക്തവുമായി കൊണ്ടാണ് KM മൗലവി ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരിക്കലും തന്നെ സിഹർ എന്നത് ഏതൊരാളെയും ബാധിക്കുന്ന കാര്യമല്ല. ഹൃദയ ബലമില്ലാത്തവരെ മാത്രം
അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദി എന്ന ആയത്തിലൂടെ അല്ലാഹു തആല ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് KM മൗലവിയുടെ വിശദീകരിക്കുന്നത്. ഇതിലപ്പുറത്തേക്കുള്ള ഏതെങ്കിലും ഒരു സിഹറിനെ KM മൗലവിയുടെ അംഗീകരിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, KM മൗലവിയെ പോലെയുള്ള മുജാഹിദ് സ്ഥാപക നേതാവ് സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഹദീസ് നിഷേധത്തിന്റെ, ഖുർആൻ നിരാകരണത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം? നാം ചിന്തിക്കേണ്ടത് അതാണ്. എവിടെ നിന്നാണ് KM മൗലവിക്ക് ഇത്തരം പുത്തൻ വാദങ്ങൾ ലഭിച്ചത്? നമുക്കറിയാം, KM മൗലവി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത വഹാബി പ്രസ്ഥാനം, അത് KM മൗലവിക്ക് ലഭിച്ചത് റഷീദ് റിളയുടെ അൽമനാർ മാസികയിൽ നിന്നാണ് എന്നുള്ളത്. ആരാണ് റഷീദ് റിള? അതാണ് നാം ഇനി മനസ്സിലാക്കേണ്ടത്. റഷീദ് റിളയെ കുറിച്ച് കഴിഞ്ഞ കാല മുജാഹിദ് നേതാക്കൾ എന്താണ് എഴുതുകയും പറയുകയും ചെയ്തത് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്റെ കയ്യിൽ കാണുന്നത് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകമാണ്. ഇതിൽ റഷീദ് റിളയെ കുറിച്ച് എഴുതുന്നത് നമുക്കിങ്ങനെ വായിക്കാം. മുഹമ്മദ് അബ്ദുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ സയ്യിദ് റഷീദ് റിള ആണ് 20-ാം ശതകത്തിൽ ഇസ്ലാഹി ആശയം പ്രചരിപ്പിച്ച ഏറ്റവും പ്രഗത്ഭൻ. 1935-ൽ സയ്യിദ് റഷീദ് റിള നിര്യാതനായെങ്കിലും അതിനു മുമ്പ് തന്നെ അൽമനാർ എന്ന അദ്ദേഹത്തിന്റെ മാസികയും തഫ്സീറുൽ മനാർ എന്ന ഖുർആൻ വ്യാഖ്യാനവും ലോകത്ത് മുഴുവൻ പ്രചരിച്ചു ആശയ വിപ്ലവം സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആനിനെ ഖുർആനിലൂടെയും നബിചര്യയിലൂടെയും വ്യാഖ്യാനിക്കാനും പഴയ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കടന്നുകൂടിയ അബദ്ധങ്ങളെപ്പറ്റി ബോധമുളവാക്കാനും റഷീദ് റിളയുടെ സമീപനം വഴി തെളിയിച്ചു. ഇത്രയും വലിയ മഹത്വം എഴുതിയ ആ റഷീദ് റിളയെ കുറിച്ചാണ് ഇന്ന് ഇവർ ഹദീസ് നിഷേധി എന്നോ അഖലാനി എന്നൊക്കെ പറയേണ്ട തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഫൈസൽ മൗലവി തന്നെ പറയുന്ന ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. റഷീദ് റിള യഥാർത്ഥത്തിൽ ശരിയായ അഖലാനി ചിന്തയിൽ വളർന്നു വന്ന ഒരാളാണ്. അവിടുന്നാണ് അബ്ദുസ്സലാം സുല്ലമിന്റെ പ്രധാനപ്പെട്ട സ്വാധീനം. റഷീദ് റിള സിഹർ മാത്രമല്ല, പലതിനെയും ആ നിലയ്ക്ക് അദ്ദേഹത്തിന് പറ്റാതായപ്പോൾ അദ്ദേഹം അതിനെ ഏതെങ്കിലും നിലയ്ക്ക് പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്, അയാൾ തള്ളിയിട്ടുമുണ്ട്. അത് ശരിയാണ്, അത് ഒരു പ്രമാണമായി എടുക്കാവുന്ന ഒരു ഭാഗമല്ലതാണ്. ശ്രീവരപ്പ അടുത്തൊരു 100-300 കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ഒരാളാണ്. അദ്ദേഹം തഫ്സീറുണ്ട്, തഫ്സീറുൽ മനാർ. അതിൽ നിന്നാണ് അൽമനാർ എന്ന പേര് നമ്മൾ സ്വീകരിച്ചത്. ആ സ്വാധീനം നമുക്ക് കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട്, അതാണ് സത്യം. ഈ ക്ലിപ്പ് അല്പാൽപമായി കേട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് സത്യങ്ങൾ ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞപ്പോൾ ചില അസത്യങ്ങളും അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. റഷീദ് റിള യഥാർത്ഥത്തിൽ ശരിയായ അഖലാനി ചിന്തയിൽ വളർന്നു വന്ന ഒരാളാണ്. ശരിയാണ്, റഷീദ് റിള തികഞ്ഞ അഖലാനിയായി വളർന്നു വന്ന ആളാണ്. എങ്ങനെ അഖലാനി അല്ലാതാവും? അദ്ദേഹം പഠിച്ചത് മുഹമ്മദ് അബ്ദുവിൽ നിന്നാണ്. റഷീദ് റിളയും മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും എല്ലാം കേരളത്തിലെ മുജാഹിദുകൾക്ക് നവോത്ഥാന നായകരും സാമൂഹിക പരിഷ്കർത്താക്കളുമാണെങ്കിൽ സൗദി അറേബ്യയിലെ സലഫി നേതാക്കൾക്ക് അവർ ഹദീസ് നിഷേധികളും തികഞ്ഞ പാശ്ചാത്യൻ ഏജന്റുമാരുമാണ്. റഷീദ് റിളയാണ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാറിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പൂർവ്വ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ പാശ്ചാത്യർ ധാരാളമായി ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു എന്ന് എഴുതി വെച്ചത്. അള്ളാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ ധൈര്യം കാണിച്ച, ധാർഷ്ട്യം കാണിച്ചവൻ ആ റഷീദ് റിള സിഹറിനെ നിഷേധിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഫൈസൽ മൗലവി തുടർന്ന് പറയട്ടെ. അവിടുന്നാണ് അബ്ദുസ്സലാം സുല്ലമിന്റെ പ്രധാനപ്പെട്ട സ്വാധീനം. പച്ച നുണയാണിത്. 1935-ൽ റഷീദ് റിള മരണപ്പെടുമ്പോൾ അബ്ദുസ്സലാം സുല്ലമി ജനിച്ചിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് റഷീദ് റിളയിൽ നിന്ന് അബ്ദുസ്സലാം സുല്ലമി ഇത്തരം പിഴച്ചവാദങ്ങൾ പഠിക്കുക? അതേസമയം അബ്ദുസ്സലാം സുല്ലമിക്ക് ഇത്തരം കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരിൽ നിന്നാണ്. കേരളത്തിൽ വഹാബി പ്രസ്ഥാനത്തിനൊക്കെ തുടക്കം കുറിച്ച ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ശിഷ്യരിൽ നിന്ന്. ആ അബ്ദുസ്സലാം സുല്ലമിയാണ് സിഹിറിനെ മുച്ചൂടും നിഷേധിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം അത് സ്വന്തം നിലയിൽ എഴുതിയതല്ല. സ്ഥാപക കാലം മുതൽക്ക് തന്നെയുള്ള മുജാഹിദ് നേതാക്കൾ എഴുതുകയും പറയുകയും ചെയ്തതിൽ നിന്ന് ആശയം പഠിച്ചുകൊണ്ടാണ് അബ്ദുസ്സലാം സുല്ലമിയും എഴുതിയിരിക്കുന്നത്. ഫൈസൽ മൗലവി തുടരട്ടെ. റഷീദ് റിള സിഹർ മാത്രമല്ല, പലതിനെയും ആ നിലയ്ക്ക്
അദ്ദേഹത്തിന് പറ്റാതായപ്പോൾ അദ്ദേഹം അതിനെ ഏതെങ്കിലും നിലയ്ക്ക് പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. റഷീദുള്ള സിഹിറിനെ മാത്രമല്ല മറ്റു പലതിനെയും നിഷേധിക്കുകയും പറഞ്ഞൊപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം പരിശുദ്ധ ഖുർആനിൽ പൂർവ്വ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ പാശ്ചാത്യർ ധാരാളമായി ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു എന്ന് എഴുതി വെക്കാൻ മാത്രം ധാർഷ്ട്യം കാണിച്ചവനാണ് റഷീദുള്ള. അള്ളാഹുവിന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ധൈര്യം കാണിച്ചവൻ, അള്ളാഹുവിന്റെ ഖുർആനിലുള്ളതിനെ വിമർശിക്കാൻ മാത്രം ധൈര്യം കാണിച്ചവൻ. ആ റഷീദുള്ള സിഹിറിനെ നിഷേധിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ഫൈസൽ മൗലവി തുടരട്ടെ. തള്ളിയിട്ടുമുണ്ട്, അത് ശരിയാണ്. അത് ഒരു പ്രമാണമായി എടുക്കാവുന്ന ഒരു ഭാഗമല്ല താനും. ശ്രീവരപ്പ അടുത്തൊരു 100-300 കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ഒരാളാണ്. ഫൈസൽ മൗലവി ഇത് ബോധപൂർവം പറഞ്ഞതാണോ അതല്ല അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചതാണോ എന്നറിയില്ല. 1935 റഷീദുള്ളയുടെ മരണം. എങ്ങനെയാണത് 300 കൊല്ലം മുമ്പാവുക? റഷീദുള്ളയെ വെളുപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം പഴയ കാലത്തുള്ള ഒരു പണ്ഡിതനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണോ എന്നറിയില്ല റഷീദുള്ളയുടെ കാലം 3 നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് ഫൈസൽ മൗലവി കൊണ്ടുപോയത്. ഏതായിരുന്നാലും അത്തരം പരിപ്പുകൾ കേരളത്തിലെ കരത്തിൽ വേവില്ല എന്നാണ് ഫൈസൽ മൗലവിയോട് സൂചിപ്പിക്കാനുള്ളത്. അതിൽ തഫ്സീറുണ്ട്, തഫ്സീറുൽ മനാർ. അതിൽ നിന്നാണ് അൽമനാർ എന്ന പേര് നമ്മൾ സ്വീകരിച്ചത്. ശരിയാണ്. റഷീദുള്ളയുടെ തഫ്സീറുൽ മനാറിന് കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഉണ്ടായ സ്വാധീനമാണ് ഫൈസൽ മൗലവി ഇവിടെ പറയുന്നത്. അവരുടെ അൽമനാർ മാസികക്ക് ആ പേര് ലഭിക്കാൻ തക്കവണ്ണം സ്വാധീനം റഷീദുള്ളയിലും അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാറിലും കേരളത്തിലെ മുജാഹിദുകൾക്കുണ്ടായിരുന്നു എന്നത് സമ്മതിക്കുമ്പോൾ നാം ആലോചിക്കേണ്ടത് ആ റഷീദുള്ളയുടെ സിഹിറിനെ നിഷേധിച്ചുകൊണ്ടുള്ള വാദം എങ്ങനെയാണ് കേരളത്തിലെ മുജാഹിദുകൾക്ക് ഇല്ല എന്ന് പറയാൻ ഫൈസൽ മൗലവി ധൈര്യം കാണിക്കുന്നത് എന്നതാണ്. ഫൈസൽ മൗലവി തുടരട്ടെ. ആ സ്വാധീനം നമുക്ക് കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട്, അതാണ് സത്യം. അല്ല, കുറച്ചു കാലമല്ല, കുറച്ചു തോന കാലമുണ്ടായിരുന്നു. 1920കളിൽ തുടങ്ങിയ റഷീദുള്ളയുടെ മജല്ലത്തുൽ മനാറിൽ നിന്നും തഫ്സീറുൽ മനാറിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഏകദേശം 1990-2000 കാലഘട്ടം വരെ ഈ സ്വാധീനം നിലനിന്നിരുന്നു. പിന്നീട് സൗദി അറേബ്യയിലെ സലഫിസം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടതോടുകൂടെയാണ് റഷീദുള്ള പഴഞ്ചനാവുന്നതും ഹദീസ് നിഷേധിയാകുന്നതും ഒക്കെ. അപ്പോഴാണ് സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതന്മാർ റഷീദുള്ളയെ കുറിച്ച് എഴുതിയതും പറഞ്ഞതുമൊക്കെ ഇവരുടെ ശ്രദ്ധയിലും വരുന്നത്. അങ്ങനെയാണ് റഷീദുള്ള ഹദീസ് നിഷേധിയാണെന്നും സിഹിറിനെ നിഷേധിക്കുന്ന ആളാണെന്നുമൊക്കെ കേരളത്തിലെ മുജാഹിദുകളിൽ ചിലർക്ക് ബോധ്യം വരുന്നത്. അങ്ങനെയാണ് പഴയ വാദങ്ങൾ മാറ്റുന്നതിന് വേണ്ടി കേരളത്തിലെ മുജാഹിദുകളിൽ ഒരു വിഭാഗം ശ്രമം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ റഷീദുള്ളയുടെ സിഹിറുമായി ബന്ധപ്പെട്ട പഴയ നിലപാടിൽ നിൽക്കുന്നവർ KNM മർക്കസു ദഅവ മുജാഹിദുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാവട്ടെ തനിച്ച ഹദീസ് നിഷേധവും ഖുർആൻ നിരാകരണവുമാണ് എന്നതാണ് വസ്തുത. ലോകത്ത് ഇന്നേ വരെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കില്ലാത്ത വാദങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചും സ്വഹീഹാണെന്ന് പണ്ഡിതർ വിധി കൽപ്പിച്ച ഹദീസുകളെ നിഷേധിച്ചും തള്ളിപ്പറഞ്ഞും കൊണ്ടുമാണ് കേരളത്തിലെ മുജാഹിദുകൾ തുടക്കകാലം മുതൽ തന്നെ പ്രവർത്തിച്ചു വന്നത് എന്ന് ഇന്ന് അവർ തന്നെ അംഗീകരിക്കുന്ന വസ്തുത വരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, KM മൗലവിയുടെ സിഹിറുമായി ബന്ധപ്പെട്ട നിലപാടാണ് നമുക്ക് മുമ്പിൽ ഇവിടെ അനാവൃതമായിരിക്കുന്നത്. ഇതുതന്നെയാണ് KM മൗലവിയുടെ മകനും പിൽക്കാലത്ത് പറയുന്നത്. നമുക്ക് KM മൗലവിയുടെ ആ മകൻ പറയുന്ന ഭാഗം ഒന്ന് കേൾക്കാം. അതൊക്കെയാണ് ഇപ്പൊ രണ്ടാമത് കൊണ്ടുവന്നത്. സിഹിർ ചെയ്തിട്ട് ആളുകളെ ദ്രോഹിക്കാൻ പറ്റുക എന്നൊക്കെയുള്ള അത്തരം വാദങ്ങളെ കുറിച്ചിട്ടൊക്കെ അല്ലേ എവിടെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ ഇല്ല അവരെ കൊണ്ടുപോട്ട് അത് അവര് മൊലി പറഞ്ഞ അവര് പറയുന്നൊരു സംഭവം KM മൗലവിയൊക്കെ ആ വാദക്കാരനായിരുന്നു. അത് മൗലവി എന്ന് പറഞ്ഞാൽ മൗലവി മോനാണല്ലോ. മോന് അങ്ങനെ ആദ്യം പറഞ്ഞിട്ടില്ല, ഇവര് പറയുന്ന മാതിരി. ഇപ്പൊ സിഹിർ ബാധനെ കുറിച്ചിട്ട് KM മൗലവിന്റെ അഭിപ്രായം തരുന്നുള്ള മൗലവി പറയുന്നത് സിഹിർ ബാധ, സിഹിർ വലിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. സിഹിർ വലിക്കുക എന്നതാണ് അതിന് സിഹിർ സംഭവിച്ചു. KM മൗലവിക്ക് അങ്ങനെ ഒരു വാദം അങ്ങനെ വാദമില്ല. സിഹിർ വലിക്കുന്നവരെ ചികിത്സ നിർദ്ദേശിച്ചിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്.
സിഹറാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള ചികിത്സ വേറെ കെ എം മൗലവി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അവർ പറയാം. ഇല്ല, ആർക്കും പഠിപ്പിച്ചു കൊടുത്തില്ല. ഇവിടെ കെ എം മൗലവിയുടെ മകൻ കെ എം മൗലവിയുടെ വിശ്വാസത്തെക്കുറിച്ച്, വാദത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. സിഹിർ ഫലിക്കുമെന്നതിനെയോ സിഹിർ ഫലിച്ച ആൾക്ക് ചികിത്സ നടത്തണമെന്നതിനെയോ ഒക്കെ കെ എം മൗലവി അംഗീകരിച്ചു എന്ന് പറയുന്നതിനെ അദ്ദേഹം നിഷേധിക്കുകയാണ്. ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹത്തിന്റെ വാർദ്ധക്യ സമയത്താണ് ഇത്തരമൊരു അഭിമുഖം നടത്തിയത് എന്നത് ഒരു വിമർശനമായി വിസ്ത മുജാഹിദുകൾ ഉന്നയിക്കാറുണ്ട് എന്നുള്ളതാണ്. ഏതായിരുന്നാലും കെ എം മൗലവിയുടെ നിലപാടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞത് കെ എം മൗലവി എഴുതി വച്ചതിന് തീർത്തും അനുയോജ്യമാകുന്ന തരത്തിലാണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആരംഭിക്കുന്നത് തന്നെ ഹദീസ് നിഷേധത്തിലും ഖുർആൻ നിരാകരണത്തിലുമാണ് എന്ന് നമുക്കിവിടെ വ്യക്തമാവുകയാണ്. കേരളത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുവരുന്നതിൽ പ്രഥമ സ്ഥാനത്ത് നിന്ന കെ എം മൗലവി വരെ ഇന്നത്തെ മറ്റു മുജാഹിദുകളുടെ വാദമനുസരിച്ച് കൊണ്ട് തികഞ്ഞ ഹദീസ് നിഷേധിയും ഖുർആൻ നിരാകരണത്തിലേക്ക് മുന്നിൽ നിന്നവനുമായിരുന്നു എന്ന് പറയുമ്പോൾ നാം ആലോചിക്കേണ്ടത് കേരളത്തിലെ മുജാഹിദുകളുടെ തുടക്കം തന്നെ എത്രമാത്രം അബദ്ധത്തിലായിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ദീനിന്റെ തനതായ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് സ്വന്തം യുക്തിക്കനുസരിച്ച് കൊണ്ട് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുമ്പോഴുള്ള പ്രവണതകളാണ് നമ്മൾ ഇവരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം മഹാന്മാരായ പണ്ഡിതന്മാർ ഇവരുടെ സ്ഥാപിത കാലം മുതൽക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, കേരള ജനതയെ ഉണർത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ സുന്നികളെ പഴഞ്ചന്മാരും യാഥാസ്ഥികരുമായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ വാദങ്ങളെ പൊതുജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് ഗൂഢതന്ത്രങ്ങൾ മെനയുകയായിരുന്നു കേരളത്തിലെ മുജാഹിദുകൾ എന്നത് നാം ഓർക്കേണ്ടതുണ്ട്. ഇന്നും കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ പിഴച്ച ആശയങ്ങളും വാദങ്ങളും സമൂഹ മനസ്സിലേക്ക് ചെലുത്തുന്നതിന് വേണ്ടി പല കുതന്ത്രങ്ങളും മെനയാറുണ്ട് എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ ചർച്ചയുടെ രണ്ടാം ഭാഗമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത് അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ സിഹറുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചത് ആർക്കാണ് അനുകൂലമാകുന്നത് എന്നാണ്. മൂന്നാം ഭാഗം മറ്റു മുജാഹിദ് നേതാക്കളും പണ്ഡിതന്മാരും സിഹറുമായി ബന്ധപ്പെട്ട് എഴുതുകയും പറയുകയും ചെയ്തത് എന്തൊക്കെയാണ്, അത് ആർക്കൊക്കെയാണ് അനുകൂലമാകുന്നത് എന്നതാണ്. എല്ലാ ഭാഗവും സശ്രദ്ധം വീക്ഷിക്കുകയും കേരളത്തിലെ മുജാഹിദുകളുടെ ഇരട്ടത്താപ്പുകൾ തിരിച്ചറിയുകയും കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ സ്ഥാപിത കാലം മുതൽക്ക് തന്നെ ഏതൊക്കെ തരത്തിലുള്ള പിഴച്ച വാദങ്ങളാണ് കേരള ജനതയ്ക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് ഗൗരവത്തോടെ നാം ഓർക്കണം എന്നാണ്. അവസാനമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കെ എം മൗലവി പഴയ കാലത്ത് എഴുതി വെച്ചതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഞാനിവിടെ നടത്തിയത്. എന്റെ ശ്രദ്ധയിൽ പെട്ടവയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എം മൗലവി മറ്റു വല്ലതും എഴുതി വെച്ചത് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ കമന്റായി ചേർക്കാൻ മറക്കരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ, പിഴച്ച ആളുകളെ തിരിച്ചറിയാനും അവയെ ഒഴിവാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.